ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷം? നമ്മൾ ബാക്കി എക്സസൈസ് ജി തൊട്ട് ചെയ്യാൻ പോകണം. സെയിം തന്നെ എക്സസൈസ് 1.2 തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ പറയും ഏത് പ്രോപ്പർട്ടി ഉപയോഗിക്കും? ഡിസ്ട്രിബ്യൂട്ടീവോ? അയ്യോ അല്ലല്ലോ അല്ലേ? അല്ല, എനിക്കറിയാം നിങ്ങൾ കറക്റ്റാ പറഞ്ഞേ. അസോസിയേറ്റ്. നമുക്ക് അസോസിയേറ്റ് ഇവിടെ 3 ഉണ്ടല്ലേ. അസോസിയേറ്റ് ചെയ്യാം. ആദ്യത്തെ ചെയ്യാം, ജി ആണ് ചെയ്യാൻ പോകുന്നത്. 9 ഇൻറ്റു -3 ഇൻറ്റു -6 ആണ്. നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. ഇപ്രാവശ്യം ഇവരെ തമ്മിലൊന്ന് അസോസിയേറ്റ് ചെയ്താലോ? ഇത്ര നേരം ആദ്യമല്ലേ ചെയ്തത്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം 9 ഇൻറ്റു ഞാൻ ഇവരെ ചെയ്യാം ഇപ്രാവശ്യം. -3യും -6. ഓക്കെ, ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യാൻ തോന്നി. ഓക്കെ, അടുത്ത 9 ഇൻറ്റു 9 അതുപോലെ എഴുതുന്ന ബ്രാക്കറ്റിൽ എത്രയാണ്? 6 ഇൻറ്റു 3 എത്രയാ? 18. രണ്ട് മൈനസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാകും മക്കളെ? അത് പ്ലസ് ആയി. ഓക്കെ, ഈ 19 ഇൻറ്റു 8 എത്രയാണ്? നമ്പർ 22 7 162. 2 പ്ലസ് ആണ്. ആൻസർ ഈസ് 162. ഓക്കെ, കറക്റ്റാ. 162. സിമ്പിൾ അല്ലേ? ഓക്കെ, നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? തെറ്റ് എഴുതിയിട്ടാൽ ശരിയാകില്ലല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് എച്ച് ചെയ്യാം. സെയിം പോലെ തന്നെ -18 ഇൻറ്റു -5 ഇൻറ്റു -4. ഓക്കെ, എങ്ങനെ അസോസിയേറ്റ് ചെയ്യണം? നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ മുമ്പത്തെ പോലെ ഇവർ തമ്മിലൊന്ന് അസോസിയേറ്റ് ചെയ്യാം. ആദ്യം മറ്റേതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം -18 ഇൻറ്റു ഇവർ തമ്മിൽ -4 ഇൻറ്റു -4. ഇങ്ങനെ എഴുതിയിടണം കേട്ടോ മക്കളെ. നമ്മൾ ഏത് അസോസിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതി ഇട്ടിട്ട് ബാക്കി കാൽക്കുലേഷൻ അല്ല, ഒറ്റയടിക്ക് ആദ്യമേ തന്നെ മനസ്സിൽ അസോസിയേഷനൊക്കെ കണ്ടുവച്ചിട്ട് ചെയ്തു വെക്കണ്ട, ഒന്ന് എഴുതിയിട്ടേക്കണം. ഓക്കെ, -18. ഇനി ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. 5 ഇൻറ്റു 4 20. രണ്ട് മൈനസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ആൻസർ അപ്പം എന്നാ വരും? +20. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എളുപ്പമായില്ലേ? 18 20 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാകും. 16 ഇഷ്ടമാണ്. 360 മൈനസും പ്ലസും കൂടാണ് മൾട്ടിപ്ലിക്കേഷൻ. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് -360. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ഇതൊന്നും പ്രത്യേകിച്ച് ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത വന്നു. ഓ, വിചാരിച്ച പോലെ അല്ലല്ലോ, ഒരാൾ കൂടുതലുണ്ട്. 3 പേരെ ഉള്ളായിരുന്നു അസോസിയേറ്റ് ചെയ്യാൻ, പക്ഷെ 4 പേരുണ്ട്. അപ്പം എങ്ങനെ അസോസിയേറ്റ് ചെയ്യും? നമ്മൾ ഈ 2 പേരെ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇവരെ 2 പേരും ജയിക്കും, ഇവരെ 2 പേരും ജയിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. ഇവരെ 2 പേരെ അസോസിയേറ്റ് ചെയ്യാം. -1 ഇൻറ്റു -2 ആദ്യത്തെ അസോസിയേഷൻ. സിമ്പിൾ അല്ലേ? ഇത് ഒന്നുമില്ല മക്കളെ, നമുക്ക് തോന്നുന്ന വലിയ ആളാണ്. ഇവരെ തമ്മിൽ അസോസിയേഷൻ കണ്ടോ? ഇവരെ മൾട്ടിപ്ലൈ ചെയ്തേ. 2 ഇൻറ്റു 1 2. 2 മൈനസ് സൈൻ ആണ്. ആൻസർ ഈസ് പ്ലസ്. ഇടയ്ക്കത്തെ സൈൻ എന്നാണ്? ഇവരെ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ സൈൻ നോക്കണ്ട. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അങ്ങ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സൈൻ ഇട്ട് കൊടുക്കാം. 4 ഇൻറ്റു 3 12. മൈനസും പ്ലസും. ആൻസർ മൈനസ് അല്ലേ? പ്ലസും മൈനസും കൂടെ വന്നാൽ മൈനസ്. ഇനി ഇവരെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ. 2 ഇൻറ്റു 12 24. പ്ലസ് മൈനസ്. പ്ലസ് മൈനസ് വന്ന ആൻസർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. -24. ആൻസർ ഈസ് -24. എളുപ്പമല്ലേ? നമ്മൾ വിചാരിച്ചല്ലോ അയ്യോ 4 വന്നപ്പോൾ എങ്ങനെയാണ്? എനിക്കൊരു 4 വരുമ്പോഴേ പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ? ഓക്കെ മക്കളെ, എളുപ്പമായില്ലേ? ഇനി ഒരെണ്ണം കൂടെ, ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളൂ. നമ്മുടെ ഈ ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീരും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ജെ ആണ്. -3 ഇൻറ്റു -6 ഇൻറ്റു -2 ഇൻറ്റു -1. ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുവാണേ ഇവരെയും കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്താലോ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സെയിം ആൻസറേ കിട്ടുന്നുള്ളൂ. തെറ്റരുതേ. ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യണം. അതോ -3 -1 കൂടെ ഒന്ന് അസോസിയേഷന് പോകണം. എങ്ങനെ ചെയ്താലും കറക്റ്റ് ആയിരിക്കും മക്കളെ. ഞാനിപ്പോൾ ഇവിടെ അടുത്തടുത്ത് കിടക്കുന്നതിനെ അസോസിയേറ്റ് ചെയ്യിക്കാൻ പോകാം അല്ലേ? തെറ്റുണ്ടല്ലോ അല്ലേ? അവിടെ എഴുതി നമുക്ക് ഓർക്കത്തില്ലേ? ഇവരെ തമ്മിൽ അസോസിയേഷൻ. മൈനസ് എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കുന്ന മക്കളെ നല്ലത്, അല്ലെങ്കിലേ സൈനൊക്കെ മാറിപ്പോകും. നോക്കിയേ, മൾട്ടിപ്ലിക്കേഷനാണ്. 6 ഇൻറ്റു 3 18.
മൈനസും മൈനസുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ഇൻറ്റു 2 into 1 2 രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ പ്ലസ് 18 into 2 36 പ്ലസും പ്ലസും മൾട്ടിപ്ലിക്കേഷൻ ആൻസർ ഈസ് 36. സിമ്പിൾ അല്ലേ? സിമ്പിളാ, എനിക്കറിയാം സിമ്പിളാണ്. ആദ്യം ഇത് കണ്ടപ്പോൾ ഒന്ന് പകച്ചു, അയ്യോ എന്താണ് എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ ഇവരെ തമ്മിൽ ഇന്ത്യയത് ഇവരെ തമ്മിൽ ഇന്ത്യയത് ഇവരെ തമ്മിൽ അങ്ങനെ ചെയ്യല്ല. എക്സാമിന് മാർക്ക് കുറയ്ക്കും, അവർ മാർക്ക് കുറയ്ക്കും. മൈനസ് അല്ലെങ്കിൽ 3 into 6 ചെയ്തു, അതിൻ്റെ കൂടെ ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്താൽ മാർക്ക് കുറയ്ക്കും മക്കളെ. കാരണം അതിനുവേണ്ടിയാണ് ഈ പ്രോപ്പർട്ടി ഒക്കെ ഇതിനകത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് അവർ നമുക്ക് തന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഇങ്ങനെ ഒത്തിരി എണ്ണം കിടക്കുന്നതാണ്. ഇപ്പോൾ എന്നാ ചെയ്യണം? ഒന്ന് അസോസിയേറ്റ് ചെയ്യണം. 2 പേരെ വെച്ച് ബ്രാക്കറ്റിൽ ഇവിടെ 3 എണ്ണം വന്നപ്പോൾ ഇവരെ 2 പേരെ ഒരാൾ ഒറ്റയ്ക്ക് ഇട്ടു. 4 എണ്ണം വന്നപ്പോൾ ഈ 2 പേരെ വീതം ചെയ്തു. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ മക്കളെ? എല്ലാവരും ഇത് കണ്ടു പഠിക്കാനല്ല, ഇപ്പം ചെയ്ത മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് തുറക്കുക, ക്വസ്റ്റ്യൻ എഴുതുക, ചെയ്യുക. എന്നിട്ട് ഞാൻ എഴുതിയത് മിസ് പറഞ്ഞതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ, എവിടെയെങ്കിലും തെറ്റിയോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ മക്കളെ, അങ്ങനെ ചെയ്യണേ. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയണം. എല്ലാവരും പഠിക്കുകയായിരുന്നു കേട്ടോ. ഫുൾ ടൈം പഠിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. എപ്പോഴും ഇരുന്ന് പഠിക്കാനല്ല, കുറച്ച് സമയം പഠിച്ചാൽ മതിയെന്നേ. നമുക്ക് ബാക്കി കളിക്കാം. പിള്ളേർ നിങ്ങൾ കളിക്കുകയും വേണം, പഠിക്കുകയും വേണം. അപ്പം ഇതൊന്ന് ചെറിയ ചെറിയ വീഡിയോസിൽ ഓരോ ദിവസവും ഓരോ 5 മിനിറ്റ് വീഡിയോസ് അത്രയും സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനില്ലേ? ഉണ്ട്, എനിക്കറിയാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ. താങ്ക് യു.